ഞാനിപ്പോൾ ഉള്ളത് പഞ്ചാബിൽ ബട്ടാലയിലാട്ടോ. എൻ്റെ ഫസ്റ്റ് സർവീസിൻ്റെ ടൈമായി. അപ്പോൾ 5200 കിലോമീറ്ററോളായി. അപ്പോൾ അടിപൊളി സംഭവം കേട്ടോ. ബട്ടാല എന്ന് പറയും സ്ഥലം. ഇതാണ് സംഭവം. അപ്പോൾ ഇവിടെ നല്ല നമ്മൾ ഓൾ ഇന്ത്യ റൈഡിലാന്നൊക്കെ പറഞ്ഞപ്പം അടിപൊളി ഇതാണ് കേട്ടോ. കസ്റ്റമർ സർവീസാണ്. നല്ല അടിപൊളി സംസാരവും കാര്യങ്ങളൊക്കെ നല്ലൊരു ബഹുമാനത്തോടെയാണ് കാര്യങ്ങൾ. ഓരോന്ന് ചെക്ക് ചെയ്യാണ്. ഇനിയിപ്പോൾ സർവീസിന് കയറ്റും. അതാണ് വരെ സർവീസ് സെൻ്റർ കേട്ടോ. കസ്റ്റമർ ലോഞ്ച് റോയൽ എൻഫീൽഡിന് അത്യാവശ്യം അടിപൊളി കേട്ടോ. മറ്റേ ഓൾ ഇന്ത്യ ലെവലിൽ സർവീസ് ആയാലും കാര്യങ്ങളും നമുക്ക് ബുദ്ധിമുട്ടില്ല. എവിടെ നിന്നായാലും സംഭവം. ഞാനൊരു ഫോൺ കോൾ ചെയ്ത് ഇവിടെ ബട്ടാലത്തെ ഷോറൂമിലേക്ക് സർവീസ് ആവശ്യമുണ്ട് പറഞ്ഞ് ഇപ്പം തന്നെ കൊണ്ടുവന്നോളി, ഞാൻ ഓൾ ഇന്ത്യ റൈഡ് കാര്യങ്ങളാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരു പറഞ്ഞു അപ്പം തന്നെ കൊണ്ടുവന്നോളി, നമ്മൾ സ്പോട്ടിൽ ചെയ്തു തരാറുണ്ട്. അപ്പോൾ അടിപൊളി സംഭവമാണ്. റോയൽ എൻഫീൽഡിൻ്റെ ഭാഗത്ത് നിന്ന് നല്ല സർവീസിൻ്റെ കാര്യത്തിലൊക്കെ ഓക്കെയാണ്. ഇപ്പോൾ ഒരു സർവീസ് ചെയ്താൽ ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ട്. അപ്പോൾ സർവീസ് പറഞ്ഞാൽ ഓയിൽ ചേഞ്ചിങ് കാര്യങ്ങളൊന്നുമില്ല. വേറെ കുറേ ജനറൽ ചെക്കപ്പ്, അതേപോലെ ചെയിൻ ലൂബിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ ഇവിടുന്ന് കേരളത്തിലേക്ക് ഓടിച്ച് പോകണമെന്ന് വിചാരിക്കണേ. ഇതിൻ്റെ ഊര ഏകദേശം പണിയായിക്കണേ. അപ്പം അറിയില്ല, ഏതായാലും സർവീസ് കഴിയട്ടെ എന്നിട്ട് നോക്കാം. വണ്ടി ആദ്യം തന്നെ സർവീസിങ്ങിലാട്ടോ. ഇത് കഴിഞ്ഞിട്ടായിരിക്കും ഒരു വാട്ടർ സർവീസിങ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഒരു പെയിൻറ്റ് സർവീസ് ചെയ്യാം. ഇവിടുത്തെ ബുള്ളറ്റുകളൊക്കെ പൊട്ടിക്കുന്ന പരിപാടിയാണ്. നമ്മളെ നാട്ടിലാണെങ്കിൽ ഇത് ഇപ്പം പിടിച്ചു വെച്ചായി മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ്. ഇവിടെ ഫുള്ള് പൊട്ടിക്കുന്ന സാധനങ്ങളാണ്. പൊട്ടപ്പനാക്കണം കേട്ടോ നമ്മളെ വണ്ടി. അപ്പോൾ നമ്മളെ വണ്ടി ഇതാ ഇവിടെ സർവീസിന് കയറിയിരിക്കും കേട്ടോ. എന്തെല്ലാം നോക്കുന്നുണ്ട്. ചെയിനും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആക്കുന്നുണ്ട്. കേരളത്തിലേക്ക് ഓടിച്ചു പോകാനാണെന്ന് പറഞ്ഞപ്പോൾ ഒരു നല്ല രീതിയിൽ ചെക്കിങ് നടത്തുന്നതാണ്. ഇവരാണ് നമ്മളെ സർവീസ് അറ്റൻഡ് ചെയ്ത ആൾ കേട്ടോ. അടിപൊളിയാണ്. എന്ത് കാര്യം ഉണ്ടെങ്കിലും പറയാൻ പറഞ്ഞു. എയർ ഫിൽറ്റർ കാര്യങ്ങളൊക്കെ വണ്ടി ക്ലീൻ ആയിക്കൊണ്ട് ഏകദേശം ഫൈനൽ സ്റ്റേജിലാണ്. ഇപ്പോൾ കഴിയും പരിപാടി. ഏകദേശം സമയം 4 മണി 4:30 ആവാനായി. ഇപ്പോഴത്തെ ഒരവസ്ഥ ഏകദേശം ഇരുട്ടായിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തിരിച്ചു പോയിട്ടില്ലെങ്കിൽ തണുപ്പ് കയറും. വണ്ടി വർക്ക് കഴിഞ്ഞിട്ട് ഇതാ നിൽക്കണ്. ഒരു പുതിയ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട് ഒരാക. റോയൽ എൻഫീൽഡ് മിഷൻ കംപ്ലീറ്റ് ആണ്. പക്ഷെ നമ്മൾ മിഷൻ കംപ്ലീറ്റ് ഒന്നും ചെയ്തില്ല. ലഡാക്ക് ഇൻഷാള്ള പോകണം. നമ്മളെ വണ്ടി സർവീസിംഗ് ഒക്കെ കഴിഞ്ഞിട്ടോ. ഞാൻ എടുത്തിട്ട് ഇതാ ഒന്ന് ഓടിച്ചു നോക്കി. വണ്ടി ഉഷാറാണ്. അപ്പോൾ സർവീസ് കോസ്റ്റ് ആയത് ആകെ 120 റുപ്യ കേട്ടോ. ഫസ്റ്റ് സർവീസ് അല്ല, സെക്കൻഡ് സർവീസ് 5100 ചിലാൻ്റെ ആയത് 5500 വരെ ടൈമുണ്ട്. അപ്പോൾ എനിക്കായത് 120 റുപ്യ. ചെയിൻ ലൂബിങ്ങിൻ്റെ എമൗണ്ട് മാത്രമേ ആയിട്ടുള്ളൂ. അടിപൊളി കേട്ടോ. ഇവിടെ ഏറ്റവും കൂടുതൽ പോണത് സ്റ്റാൻഡേർഡാണെന്ന് അവർ പറയണേ. ഇരുട്ടായതുണ്ടല്ലേ, 6 മണി ആയിട്ടുള്ളൂ. 6 മണിയാകുമ്പോൾ തന്നെ ഇവിടെ രാത്രി നട്ടപ്പാതിര ആയ. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ പഞ്ചാബിൽ പോണത് സ്റ്റാൻഡേർഡാണ്. ഞാനിപ്പോൾ പോയ അവിടെ പറയുകയാണെങ്കിൽ ഹിമാലയൻ ആകെ ഒരു പീസാണ് പോയത്. ആ സ്ഥലത്ത് 200 സ്റ്റാൻഡേർഡ് പോയിക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം.